ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സൺ. അപ്പോ അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ യാത്രയിൽ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയി നല്ല രീതിയിൽ കുക്കിംഗ് അറിയാത്ത ആൾക്കാർ കുക്കിംഗ് പഠിച്ചു. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ദ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരും നൽകുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന സപ്പോർട്ടിനും ഒക്കെ വളരെ നന്ദി. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ദ ബ്ലൂ ടീം ആൻഡ് ദ റെഡ് ടീം. ലെനൻ, റെനൽ, ലിൻജോ, വിവേക്. അപ്പോ തീർച്ചയായും വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര. ഈ യാത്രയ്ക്ക് തീർച്ചയായും നിങ്ങളെ വളരെ കൃത്യമായിട്ട് നയിച്ച ഒരാളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യണം. അതിനു മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും കുക്കിംഗ് സ്റ്റേഷൻസിലേക്ക്. റെഡ് ടീം there, blue team here. So, ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ എന്താണ് കുക്ക് ചെയ്യേണ്ടത്, എന്താണ് അവർ ശ്രമിക്കാൻ പോകുന്നത്, അതൊക്കെ അറിയാനുള്ള ടൈമിലേക്ക് കടക്കാൻ പോവാണ്. Time to welcome the main man. Let's welcome C3 Chef Sinu Chandran. Welcome. ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡാണ് ഷെഫേ. ഏതാണ്ട് ഒരു നല്ല യാത്ര കഴിഞ്ഞല്ലേ അല്ലേ? ഏതാണ്ട് എല്ലാരെയും പറ്റി നല്ല മതിപ്പാണ് ഇപ്പൊ. സംഭവ ബഹുലമായ ഒന്നായിരുന്നു. അതെ. അപ്പോ ഇത്രയും വരുന്നുള്ള എപ്പിസോഡിൽ എവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പിന്നെ കുറച്ച് ഇനി ആവാനുണ്ട്. അതൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാരം കുക്ക് ചെയ്യുന്നത് റെസിപ്പി കൊണ്ടല്ലല്ലോ, നമ്മുടെ മനസ്സുകൊണ്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് ആറ്റിറ്റ്യൂഡ് ഏകദേശം നമ്മളൊന്ന് ഡെവലപ്പ് ആക്കി വിട്ടിട്ടുണ്ട്. അത് മുമ്പോട്ട് നിങ്ങൾ എങ്ങനെ അതിനെ നർച്ചർ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇന്ന് എന്ത് ഡിഷാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡാണല്ലോ, അതായത് ഇന്നും അടുത്ത എപ്പിസോഡിലൂടെയാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത്. അതിന് ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ എന്താണ് ഡിഷ് കൊടുക്കാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചപ്പോൾ അഗൈൻ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ളതും എന്നാൽ അവരുടെ സ്കില്ലൂടെ കുറച്ച് അറിയാൻ പറ്റണമല്ലോ. അപ്പോൾ അത് വെച്ച് ഞാൻ വിചാരിച്ചൊരു ബിരിയാണി കൊടുക്കാമെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അത് വെച്ച് ചിക്കൻ കൊടുക്കാം, മട്ടൺ കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഉണ്ടല്ലോ ഒന്ന് ബയസ്ഡ് ആയിപ്പോൾ. എന്ന് വെച്ചാൽ ചിക്കൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് കയറി കിടന്നാലും ബിരിയാണി രുചി കയറും. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണിയുടെ റെസിപ്പി മസാല അതിൻ്റെയൊക്കെ ഒരു റേഷ്യോ കറക്റ്റ് ആയാൽ മാത്രമേ ഒരു വെജ് ബിരിയാണി നന്നാക്കാൻ പറ്റുള്ളൂ. ഇല്ല വെജ് ബിരിയാണി ഒരു സാധനമില്ല. ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ എന്നാ വെജ് ബിരിയാണി എന്നൊരു സാധനം ഇല്ല. അത് പറ്റിപ്പാണ്. ഞാൻ അത് സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടിയും ഇതിനെ പറ്റിക്കണം. ഓക്കെ പുലാവല്ലേ നിങ്ങൾ ഈ പറ്റിക്കുന്നല്ലേ വെജ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്? എങ്ങനെയാണ് പുലാവും ബിരിയാണി വ്യത്യാസം? ഇത്ര മസാലകളും കാര്യങ്ങളും ലെയറുകൾ അതല്ലേ ആ ഫ്ലേവറിന്റെ കോമ്പിനേഷൻ ആണ് ഒരു പുലാവിനെയും പിന്നെ ബിരിയാണി വ്യത്യാസപ്പെടുന്നത്. പുലാവ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ എല്ലാം കൂടെ കൂടി അല്ല, ഒരു സാധാരണ പുലാവ് എന്ന് പറഞ്ഞാൽ അത് മസാലകളും വെജിറ്റബിളും കൂടെ ഒരുമിച്ചുണ്ടാക്കിയാൽ പുലാവാണ്. പക്ഷേങ്കിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാധാരണ ചെയ്യുന്ന പോലെ വെജിറ്റബിൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നു, റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് അതിനെ ലെയർ ചെയ്ത് ആ ഒരു ഫ്ലേവർ കൊണ്ട് അങ്ങനെ വേണം അല്ലേ? അതാണ് വ്യത്യാസം. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ വൻ പറ്റിപ്പോ. അത് സത്യം വെജിറ്റേറിയൻ അല്ലാത്തൊരാൾക്ക് അത് പറ്റിയവരായിട്ട് തന്നെ തോന്നുന്നു. ഇവിടെ ആ ചിക്കൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ അതെ അല്ലേ, ഒരു രസമില്ലാത്ത സാധനമല്ലേ ഇത്. എന്തായാലും നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കൂ ബിരിയാണി അല്ലേ? അപ്പോൾ എന്തായാലും വെജ് ബിരിയാണിയിലാണ് നമ്മളപ്പോൾ അങ്ങനെ ഗ്രാൻഡ് ഫിനാലിലോട്ട്. ഫിനാലെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ചാലഞ്ചിങ് ആയിരിക്കണം തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വെജ് ബിരിയാണി എന്നുള്ള സാധനം ഇവർക്ക് കൊടുത്തത്. ആണ്. നിങ്ങൾ രണ്ടുപേരുടെയും ശ്രദ്ധയ്ക്ക് 2 points. അപ്പോ ആരാണോ ഈ എപ്പിസോഡിൽ ഏറ്റവും മികച്ചതായിട്ട് കുക്ക് ചെയ്ത് ഷെഫ് അംഗീകരിക്കുന്നത് അവരാണ് ഈ സീസണിലെ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 വിന്നേഴ്സ്. റെഡി? അപ്പോൾ ഈ യാത്ര ഗംഭീരമായി, യാത്രയുടെ പര്യവസാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് അത്രയും ഗംഭീരമായിട്ട് ചെയ്യുക കേട്ടോ എന്ന് കരുതി ഓവർ ആക്കരുത്. എവിടെ ബുക്കും പെൻസിലും പേപ്പറും ഒക്കെ എവിടെ? കിട്ടിയില്ലേ? ഒരു വെജ് ബിരിയാണിക്ക്, ഒരു നല്ല വെജ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്താണ് എന്ന് എഴുതി ചേർക്കുക. ആ ലിസ്റ്റ് നമുക്ക് നമ്മുടെ നിസാമിനെ കൊണ്ടുവിട്ട് വാങ്ങിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് എഴുതി തുടങ്ങിക്കോളൂ. ഇപ്പം ഇവര് ലിസ്റ്റൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വന്നല്ലോ അല്ലേ? ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3
പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണില് ഒരു കുഞ്ഞു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യൻ ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സൽ. ലിസ്റ്റ് കൈ കിട്ടിയിട്ടുണ്ട്, സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു. പക്ഷെ ഈ ലിസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, 1-2 കോമഡികൾ ഈ ലിസ്റ്റിൽ പറയാനുണ്ട്. ഇത് ഒരു സെക്കൻഡ്. പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്. പൊട്ടാറ്റോയുടെ സ്പെല്ലിംഗ് പറ. ഇത് എപ്പോഴും സ്പെല്ലിങ്ങിന് ഞാൻ POTETO പൊട്ടാറ്റോ. അത് പൊട്ടാറ്റോ. ആ അതെ അതെ. POTATO ആണ്. ആ ഓക്കെ ഓക്കെ. എഴുതിക്കണോ പൊട്ടാറ്റോ? കഴിഞ്ഞിട്ട് പോലെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം പറയേണ്ടതുണ്ട്. ആദ്യമേ പിയോയും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോമഗ്രനേറ്റിന്റെ സ്പെല്ലിംഗ് അറിയാത്തോണ്ട് അവസാനം പോമഗ്രനേറ്റ് വേണ്ടെന്ന് വെച്ച് ആപ്പിള് മതി. എന്ത് ചെയ്യുന്നാലും ഇതൊക്കെ ലെനിനാണെന്ന് ഞാൻ എഴുതി വെച്ചുതരാം. അല്ലേ? ഒരു സംശയം, എനിക്കറിയാം ഇത് ലെനിനാണെന്ന്. അല്ലേ? എന്ന് എഴുതി. എനിക്ക് ആഗ്രഹമുള്ളതായിരുന്നു, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട് എനിക്ക് പോമഗ്രനേറ്റ് ഇടണമെന്ന്. പക്ഷെ സ്പെല്ലിംഗ് അറിയാത്തോണ്ട് ബിരിയാണിയിൽ പോമഗ്രനേറ്റ്. അല്ല, റെസിപ്പി തന്നെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ആപ്പിൾ അവിടെയാണല്ലോ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഈ ആപ്പിൾ അവന്റെയാ. നിങ്ങൾ എഴുതിയ ആപ്പിളേ ഇല്ലല്ലോ. അവർക്കുള്ള നമ്മുടെ നിസാമിന്റെ പാവം പോമഗ്രനേറ്റ് ഇടണമെന്നായിരുന്നു ആഗ്രഹം. അല്ലത് നമ്മുടെ നിസാമിന്റെ പണിയായിരിക്കും. നിസാമിന് പിന്നെ എഴുത്തും വായനയൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അപ്പോ സാധനങ്ങളും സാമഗ്രികളും എല്ലാം കിട്ടിയില്ലേ? ഇനി നിങ്ങളെ കുക്കിങ്ങിന് വിടാൻ പോവാ. റെഡി? ഓക്കെ. അപ്പൊ ആ കുക്കിംഗ് തുടങ്ങാനായിട്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗോ. നമുക്ക് പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ അടേക്ക്. എന്താണ് എന്താണ് ഇതെന്താണ്? ഇവിടെ ഇതൊന്നും അവിടെ ഇല്ലേ? മാർക്ക് കുറയ്ക്കൂട്ടാ. ഇത് വേവോ? നിനക്കൊരു കാര്യം അറിയോ? എന്താ പറ. മറ്റേ മാജിക് അല്ലേ, ആ പേഴ്സൽ മാജിക്? ഏത് നമ്മളെ ഷെഫ് കാണിക്കുന്നത്? ആ ആ അത് ഞാൻ പഠിച്ചു. ചുമ്മാ ആളെ കളിയാക്കാൻ. എടാ ഞാൻ പഠിച്ചത് വളരെ സിമ്പിളാണ്. തള്ളല്ലേ തള്ളല്ലേ. തള്ളിയതല്ല. ഞാൻ വിശ്വസിക്കില്ല. തെളിയിക്കണ തെളിവോ? ഞാൻ കാണിച്ചു തരണം. മാജിക് കാണിക്കണം. ഉറപ്പാണോ? ഇവിടെ കറയുള്ള സാധനം നീ ഇതാ. എൻ്റെ അടുത്ത് പഴയ ഒരു കറ പിടിച്ചൊരു ആപ്രൺ ഉണ്ട്. ഇത് എടുത്തിട്ട് പോകാൻ പോലെ ഞാൻ കാണിച്ചു തരാം. ഉറപ്പാണല്ലോ? ആടി ചെല്ലി ഓക്കെ, ഇപ്പൊ ശരിയാക്കി. കൊണ്ടോ തള്ളി മറിക്കുന്നുണ്ട് രണ്ടാളും കൂടെ. എടാ ആപ്രോണൊക്കെ എടുത്തോളൂ. ഇതൊക്കെ ചെറുത്. നിങ്ങളെ തള്ളൽ ഇപ്പൊ ഞാൻ മനസ്സിലായി എത്തിച്ച. ഓക്കെ നിങ്ങളെ മാജിക്. ഓക്കെ അല്ലേ? ആ ഓക്കെ. ഞാൻ മാജിക് കാണിച്ചു, നീ എന്ത് തരും? അത് കാണിക്ക് നിങ്ങളെ മാജിക് മേടിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ആയിരിക്കണേ. മാജിക് വാക്ക് മാറ്റരുത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ. ശരിക്കും ഞാൻ വിചാരിച്ചു ചുമ്മാ തള്ളി തന്നു കേട്ടോ. ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. എനിക്കും കൂടി പഠിക്കണം കേട്ടോ. ഹലോ, മാജിക് നമ്മുടെ കയ്യിലുണ്ട്. Person number 1 on the toughest team. എന്താണ് ഇവിടെ അടിയണ? ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര വർഷമായി പറഞ്ഞേ? ലെനിൻ എത്ര വർഷമായി ഇവിടെ യു എയിൽ? 18 വർഷം. 18 വർഷം.
ഞാൻ അറബി പഠിച്ചോ? അറബി അസ്സലാമു അലൈക്കും മറ്റേ അറബി അറിയാം. ഏത് മറ്റേ അറബി. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. അല്ലല്ല മറ്റേ അച്ചു അമ്മനോ കേശു സലിത അത് മറ്റേ സാത്തേക്ക്, ഇതല്ലേ? സാത്തേക്ക്. സാത്തേക്കല്ലേ? അതേ അറിയുള്ളൂ. ശരി, കുഴപ്പമില്ല. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. നമ്മൾ എന്തായിരുന്നാലും ഇതിനകത്ത് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു സാധനം, അതെ. അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ. ആ യാത്ര ചെയ്യുമ്പോ ഡോർ തുറക്കുന്നതാണോ? ഏത് എന്താണ് അത് പറഞ്ഞത്? മെട്രോയില് മെട്രോയില് ഡോർ തുറക്കണേന് എന്താ പറയണത്? അൽ അബുവാബു തുഖ്ല. ആകെ പഠിച്ചത് അതാണ്. പറയുണ്ട് പിന്നെ പറ. അൽ മഹത്തിൽ അൽ ഖാതിമഹിയ നെക്സ്റ്റ് സ്റ്റേഷൻ എമിറേറ്റ്സ് മോൾ. വന്ന് പഠിച്ച അറബികൾ അല്ലേ? നിങ്ങൾക്കറിയോ? ഞങ്ങൾക്ക് അറിയാം, പിന്നെ അവരെ തോപ്പിക്കണ്ടല്ലോ. നിങ്ങൾ ജയിച്ചു. പറഞ്ഞോ. ലിഞ്ചു എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഞാൻ 6 വർഷം. ഏ? ഞാൻ 6 വർഷം. 6 വർഷം. ഇതോ അപ്പുറത്തേക്കുന്ന ആള് 16. 16 വർഷം. എനിക്ക് പിന്നെ അത്യാവശ്യം പിടിച്ചേക്കാണ് കാര്യങ്ങളെല്ലാം അറബിയിൽ അറിയാം. ഏതൊക്കെയാണ് പറയുക? സലാം അലൈക്കും, വലൈക്കും അസ്സലാം അല്ലേ? അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര വർഷമാണ് കോമഡി ഇത് കഴിഞ്ഞിട്ട് നിനക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയണത് ഒരു സാധനം കൂടെ എനിക്കറിയാം, പറ. മാഫി അറബി. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പറയും? അതായത് നമ്മൾ അയ്യോ അമ്മോ ആദ്യം അത് കരിക്കാതെ നോക്കാൻ പിടിക്കും. എന്റെ അമ്മോ. ഇല്ല കരിഞ്ഞില്ല, അത് കരിയത്തില്ല. ഹോം മെയ്ഡ് ബുക്ക് ഓ ഹോം മെയ്ഡ് ആയതുകൊണ്ട് കരിയില്ല. പിടിക്കൂല. കലക്കി. നല്ല പിന്നെ അതാണ് കോൺഫിഡൻസ്. അടി പിടിക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് സാധനം നടക്കുന്നു. പിടിക്കൂല. മുമ്പേ രക്ഷപ്പെട്ടു. ആ പറ, ഏതൊക്കെ പഠിച്ച? اسمي विवेक في ولاية كيرلا تخرج من جامعة كاليكوت عند أبرتون ഹബീബി കാസർഗോഡ്. അതല്ലല്ലോ ഞാൻ ചോദിച്ചിട്ട്. അയ്യോ, അത് അങ്ങനെ പറയാൻ പാടില്ല. എന്തായാലും അതൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ദിവസത്തോടു കൂടി നിങ്ങൾ കുക്കിംഗ് പഠിച്ചിട്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ് എന്റെ വലിയ ആഗ്രഹം. തീർച്ചയായും. ഈ ബിരിയാണിക്ക് അറബിയിൽ പറയണ എന്താ അറിയാമോ? ഇല്ല, ബിരിയാണി. ബിരിയാണി തന്നെ. അങ്ങനെ വേറെ വ്യത്യാസം. മിഥുന് വേറെ ബിരിയാണി, മിഥുന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരുടെ കോൺഫിഡൻസ് എന്താ അറിയോ? ഇതിങ്ങനെ അടി പിടിക്കൂല, ഒരു രീതിയിലും പ്രശ്നമില്ല. ഭയങ്കര സ്റ്റേഡി ആയിട്ടുള്ള കുക്കിംഗ്. അത് നമ്മുടെ ഈലാഗ് അല്ലേ, ഹോംബേയുടെ ഈലാഗ് ടെക്നോളജി, സ്വിറ്റ്സർലൻഡ് ടെക്നോളജി. അതാകുമ്പോ വേറെ ടെൻഷൻ ഇല്ല, സ്റ്റേഡി സാധനമല്ലേ. നമ്മള് ഫാനായി മാറി. ആണല്ലേ? പക്ഷേ ഫാനായിട്ട് മാറിയിട്ട് നീ കുക്കിംഗ് പഠിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ ആദ്യം ഇതിന്റെ ഫാനാകും, വീട്ടിൽ കുക്കിങ്ങിന്റെ ഫാനാകും. അത് നന്നായി. അയ്യോ അപ്പൊ ഗംഭീരാവട്ടെ. ഷെഫിനെയും കൊണ്ടായിരിക്കും വരിക. നിങ്ങൾക്ക് ഇനി പ്ലേറ്റിംഗും കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്ത് വരികയല്ലേ. അപ്പോ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണൽ. ദാ ഇവിടെ കുക്കിംഗ് കഴിഞ്ഞു, പ്ലേറ്റിംഗിന്റെ പരിപാടി. നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നില്ലേ? ഇല്ലില്ല, നമ്മള് ഇതാണ് സ്റ്റൈൽ. ഇതാണ് നമ്മുടെ വീട്ടിലൊക്കെ ബിരിയാണി അല്ലേ, അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെയല്ലേ പ്രസന്റ് ചെയ്യണത്. നമ്മുടെ ഹോം മെയ്ഡ് കുക്കിംഗ് സ്റ്റൈൽ. അതാണ്. വെരി ഗുഡ്. നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആണല്ലേ? ഓക്കെ. ആ പ്ലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ ഓരോന്നായിട്ട് ഇങ്ങനെ അവിടെ ഇത് കണ്ണും മൂക്കും വരച്ചോണ്ടിരിക്കുന്നത്? ആണോ? ഇത് കണ്ടോ? വളരെ നന്നായിരിക്കുന്നു. കുത്തമ്പിനാലെ പണി തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റ് ഫീലിലാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? താജ്മഹൽ. നിങ്ങളൊരു വീട്ടിലെ ഫീൽ. അത് രണ്ടും കൊള്ളാം, പക്ഷെ രണ്ടാണെങ്കിലും വൃത്തി വേണം. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചോ. ഞാൻ ഷെഫിനെ വിളിച്ചോണ്ട് അതിന് വരാൻ പോകുന്നത്. ഷെഫിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പക്ക ഡീസെന്റ് ആയിട്ട് വൃത്തിയായിട്ടിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഫിനാലെയാണ്. ഇതിനകത്ത് ആർക്കാണോ പോയിന്റ് കിട്ടുന്നത് അവരാണ് ഇത് ജയിക്കുക. റെഡിയാണല്ലോ? സെറ്റ് ആണല്ലോ? ഞാൻ ഷെഫിനെ വിളിച്ചോണ്ട് വരട്ടെ? തീർച്ചയായും. ഓക്കെ, ഞാൻ പോയി ഷെഫിനെ വിളിച്ചിട്ട് വരൂ. ഓക്കെ, ടെസ്റ്റ് ടൈം. നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുക്കിയിരിക്കുന്ന ബിരിയാണി എന്ന് പറയുന്നത് അത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു. ആ ടേസ്റ്റ് ടൈമിലോട്ട് കിടക്കാൻ പോവാണ്. ഷെഫ് കണ്ടോ, ഇത് റെസ്റ്റോറന്റിലെ ബിരിയാണി, അത് വീട്ടിലെ ബിരിയാണി. അത് കാരണം ഇവര് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റവർ പ്ലേറ്റ് ചെയ്തില്ല. അവർ പറഞ്ഞത് നമ്മൾ അവരുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ. ഇവിടെ പരിപാടി ചുമ്മാ കയറി വരിക. പിന്നെ പറഞ്ഞേ, എന്താ കാര്യം? തുടക്കാൻ ഞാൻ വേണം, പാത്രം കഴുകാൻ ഞാൻ വേണം. ഞാൻ ഒരു കോഴിക്കോട്ടുകാരനല്ലേ, ഒരു ബിരിയാണി ഉണ്ടാക്കും ഒരു വാക്കിന്റെ അടുത്ത് പറയണ്ടേ? നീ കോഴിക്കോട്ടുകാരനായത് കൊണ്ടാണ് ഈ ബിരിയാണിക്ക് വേണ്ടി നിന്നെ വിളിക്കാത്തത്. അതെന്താ?
എടാ വെജിറ്റബിൾ ബിരിയാണിയാ. എനിക്കടാ പോയാ വെജിറ്റബിൾ ബിരിയാണി എന്ന് കേട്ടാ കോഴിക്കോട്ടുകാർക്ക് വിഷമമുണ്ട്. അത് ശരി. അതിന് അവർ ബിരിയാണി ആയിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് ചോറായിട്ട് പോലും കണക്കാക്കി ചോറായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. അതാണ്. അപ്പോ റെഡിയല്ലേ? ആദ്യം ആരുടേത് ടേസ്റ്റ് ചെയ്യണം എന്നാണ് ഷെഫിന്റെ ആഗ്രഹം. അത് ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ട്രൈ അവിടെ try ചെയ്യാം. ചെയ്യാം. ഓപ്പൺ ആയിട്ടിരിക്കല്ലേ, ആണോ? അത് ചൂടോട്ട് അവിടെ ഇരിക്കട്ടെ. അതെ, അപ്പൊ അത് ചൂടാറണ്ട. ശരി, ഓക്കെ. എന്റെ ടെക്നിക്ക് ഷെഫ് പറഞ്ഞാൽ അതാണ് എന്റെ ടെക്നിക്കാലിറ്റി അല്ലേ? തുറക്കാതെ വെച്ചിരുന്നു. എടുക്കാം. എടുത്തല്ലേ? ഉവ്വ്. പക്ഷേ കൊള്ളാം കേട്ടോ, ഡെക്കറേഷൻ ഒക്കെ. അല്ലേ, ലുക്ക് അടിപൊളി അല്ലേ? ഓ യെസ്. ഓ, പാവങ്ങൾ എടുത്തു വെച്ചിരുന്ന ആ മണ്ണപ്പത്തിന് നിങ്ങൾ തട്ടി പൊട്ടിച്ച് കളഞ്ഞല്ലോ. എവിടെ ചിക്കൻ? എവിടെ ചിക്കൻ വെജിറ്റബിൾ ആ ബിരിയാണി. വെജിറ്റബിൾ. ഓ ശരി. ഒന്ന് ഒരു നമ്മളെല്ലാവരും ഇമോഷണൽ ആണ് ഇത് വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട്. കാലിക്കറ്റ് പോയല്ലേ? മസാല ഇത്തിരി ധൈര്യം കൂടെ കൂട്ടിയെടുത്തു. അത് കൂട്ടേണ്ടി വരും. നിങ്ങൾക്ക് എരിയുമായിട്ട് എന്തെങ്കിലും എന്നടാ പണി വെച്ചിരിക്കെ. നിനക്ക് ശരിക്കും പറഞ്ഞാല് ഒരു വീട് ഇതിൽ ഷാപ്പിന്റെ അങ്ങനെ എടുത്തു. അതെ, ഇത്രയും എരിവിൽ ഞാൻ ഷാപ്പ് കറിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചത്. ഈ ചോറ് മാത്രം എടുത്ത് നോക്കിയല്ലോ. അതായിരിക്കും നല്ലത്. സത്യമാ, നിങ്ങൾ വൈത്ത വെച്ചത് എന്തുകൊണ്ടും നന്നായി. മസാല മോശമെന്ന് പറയാൻ പറ്റില്ല. ഒരു ബിരിയാണിയുടെ മണവും ഒരു ഫ്ലേവേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ മുളക് പൊടി ശകലം കയറി നിൽക്കുന്നു. മസാല നിങ്ങളുടെ ശരിയായിട്ട് വെന്തിട്ടില്ല. ബിരിയാണിക്കകത്ത് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുക്ക് ചെയ്യുന്ന മസാലയല്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് കറക്റ്റായിട്ട് വേവണം. എസ്പെഷ്യലി വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോൾ. അതാണ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഇസ് മച്ച് ഈസിയർ ടു കുക്ക്. ഈ ഒരു തിയറി ആലോചിക്കുമ്പോൾ വെജിറ്റബിളിനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈനലിൽ ഇങ്ങനൊരു സാധനം തന്നത്. നല്ല മുള്ളിലേക്ക് അയ്യോ വെജിറ്റബിൾ ബിരിയാണി, നമ്മൾ ഒരു തമാശയുടെ ആ കാര്യം പറഞ്ഞത്. പക്ഷെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും മറ്റൊരാളെ കഴിപ്പിച്ച് ഒരു ഇംപ്രഷൻ ഡിഫിക്കൽട്ട് അല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് എന്ന് കരുതി ഇത്രയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കില്ല. ഇതിലൊരു തീരുമാനമായ സ്ഥിതിക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓ യെസ്. അപ്പോൾ Okay. ആ മൂടിയ ബിരിയാണി ഒന്ന് തുറന്നിരുന്നെങ്കിൽ. ആഹാ, പുക അടിച്ച് വരുന്നുണ്ടല്ലോ. താങ്ക് യു. നമുക്കിതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അകത്തൊന്നും ഇല്ലേ? ഇവർക്കധികം അങ്ങനെ മസാലയായിട്ടൊന്നും കാണുന്നില്ല അല്ലേ? അവരെനിക്ക് തോന്നുന്നു മസാലയിൽ നിന്ന് ഇച്ചിരി കുറവ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു തകരാറ്. തോറ്റ് നമ്മൾ തോറ്റ് പോയിടാ. മസാല ഇപ്പം മൊത്തത്തിൽ സംഭവമൊന്നുമില്ലല്ലോ എനിക്ക്. ഇല്ലല്ലേ? ഇത് വച്ചിരുന്ന വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ വേറെ എടുത്തോ? ഉണ്ട് അതിൽ എല്ലാം ഇവിടെ അവിടെ കിടക്കണം. മിക്സ് ചെയ്തിട്ട് ഇത് നിങ്ങൾ ആപ്പിളൊക്കെ പറഞ്ഞത് ആപ്പിൾ ഇവിടെ അപ്പോൾ ചെറിയൊരു വരും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് ടേസ്റ്റിൽ ഒരു വരും. ചെറുത്തുന്നുള്ളൂ. അത് വിശന്നപ്പോൾ അവർ ആണ് ഇത് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വരുമെന്ന്. എവിടെ വരുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആപ്പിൾ ഞാൻ കുറച്ചിട്ടുള്ളൂ, ചെറിയൊരു പീസ്. ആർക്കും അറിയാൻ പറ്റില്ല, ആർക്കും കാണാനും പറ്റില്ല അല്ലേ? ഒരു അത്ഭുതം പോലെ തോന്നണം അല്ലേ? ആപ്പിൾ എവിടെ പോയി എന്ന് തോന്നുന്ന രീതി എനിക്ക് കാണുന്നില്ല. ആണല്ലേ? കിട്ടിരുന്നോ? അതും തിന്നോ? ഇല്ലില്ല, ഞാൻ പകുതി തിന്നുള്ളൂ. തിന്നപ്പോ അത് കുറച്ചു നേരത്തെ വിശക്കുമ്പോ അവന്മാര് തിന്നത് ആ, ഞാൻ കണ്ടു. അതിനകത്ത് ഇട്ടു. സൈഡിൽ നിന്ന് ആപ്പിൾ തന്നെ കണ്ടു. ആക്ച്വലി ഇതിന് അത്ര വേണ്ടല്ലോ, അതുകൊണ്ടാണ്. ആർക്ക് വേണ്ടത്? ഇതിന് ആർക്കും വേണ്ടത്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനമാണല്ലോ. അല്ല, ഈ ബിരിയാണി ആർക്കും വേണ്ടത്. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അതല്ല, ഇത്രയല്ല ബിരിയാണി ഉള്ളത്. അതുകൊണ്ട് ആ പോർഷന് കുറച്ച് ആപ്പിൾ ഇട്ടുള്ളൂ. ഇതാ ഇവിടേക്ക് ഉണ്ടെന്നുണ്ടോ? മസാല ഇവിടെ ഒളിച്ചിരിക്കുക. അതാ ഇവിടെ നിന്ന് എടുത്ത് നോക്കി. അതാണ് ഇവിടെ സാധനം ചോദിച്ചത്. ഭാഗ്യം ഞാൻ അവിടെ ഓപ്പൺ ചെയ്യാൻ. ഈ മസാല അതുപോലെ ഇടുകയായിരുന്നു. മസാല നമ്മൾ സാധാരണ കുക്ക് കുക്ക് ചെയ്തിട്ടോ? കുക്ക് ചെയ്തിട്ട് അതിന്റെ ഷെഫിന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്തൊരു ഫ്ലേവർ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ കഴിച്ചപ്പോൾ എനിക്കൊരു ഏലക്ക കിട്ടിയപ്പോൾ മനസ്സിലായി ഏലക്ക ഇട്ടിട്ടുണ്ടെന്ന്. അല്ലാത്ത ശരിയാണ്. കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ടുണ്ട്. വാ നമുക്ക് പോവാം. അപ്പൊ പക്ഷേ ഇത് കൺഫ്യൂഷൻ ആയല്ലോ ചെപ്പോ അല്ലേ? വീണ്ടും വീണ്ടും ഓക്കെ, നമുക്കിനി കൃത്യമായിട്ട് അറിയേണ്ട സമയമായി.
ഷെഫ്, നമുക്ക് ബ്ലൂ ടീമിന്റെ ഹോം മെയ്ഡ് ബിരിയാണി എന്ന് അവർ അവകാശപ്പെട്ട ഒരു ഹോമിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ബിരിയാണിയാണോ, അതോ റെഡ് ടീമിന്റെ റെസ്റ്റോറന്റ് ബിരിയാണി എന്ന് അവർ അവകാശപ്പെട്ട ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കൊണ്ടുപോയാൽ അടുത്ത ദിവസം ആ റെസ്റ്റോറന്റ് പൂട്ടുന്നുള്ള ബിരിയാണിയാണോ? ഏതാണ് നല്ലത്? നമുക്ക് ഇതിനെക്കുറിച്ച് സമയം എടുക്കേണ്ടി വരും. ഒന്ന് ചിന്തിക്കണം. ഇത് വലിയൊരു പ്രശ്നമുള്ള സംഭവമാണ്. ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് വരെ സമയം തരാം. ഓക്കെ. ഓക്കെ, അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ ആരാണ് ഏറ്റവും മോശമായിട്ട് അല്ല ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയത് എന്നറിയാൻ കഴിയുക അല്ലേ? അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് വിന്നർ എന്ന് അറിയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോ എന്തായാലും അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് ജയിക്കുന്നത് എന്നൊക്കെ പറയാനുണ്ടല്ലോ. അപ്പൊ ഒന്ന് ആ ബിരിയാണി കഴിച്ചതിന്റെ വിഷമമൊക്കെ മാറ്റാനായിട്ട് ഒരു പാട്ട് പാടിച്ചാലോ? നല്ലൊരു മെലഡി ആയിട്ട് കുറച്ച് ദിവസമായില്ലേ അല്ലേ? ആ വിവേകേ, ഏറ്റുപിടിക്കില്ല ഒരു മെലഡി. എന്റെ അടിയിൽ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്ക് എടുത്തേ. മൈക്ക് എടുത്ത് ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് പാടാം. എല്ലാരും അടുത്തോട്ട് വാ, ഒരുമിച്ച് വാ. വിവേകിന്റെ പാട്ട് നമ്മൾ മെലഡി ഇത്ര ഏറ്റുപിടിക്കുന്നത് വിവേകിന്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഹോട്ട് മെലഡീസ്. എല്ലാരും അങ്ങ് പിടിച്ചോണം. റെഡി. ഏതാണ് വിവേക് ഇപ്പൊ പാടാൻ? അറിയാതെ നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ എന്നെ മൂടുന്നുവോ, രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നു, കുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു, നീ ദേവശില്പമായി ഉണരുന്നു, ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതീരം, അതിലമൃത് പെയ്യും ഈ ഏഴാം യാമം, അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ, ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞൊറിയുമാഷാഢതി. നന്നായി. ഇതിന്റെ ഈ പിച്ചിന്റെ ഒരു ഗുണം എന്തറിയാമോ? കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു. ആ അമരഗന്ധർവയാമ താഴെ തട്ടി. ഇതൊരു അമരഗന്ധർവ. പൊന്നെ, കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു വരെ. ഇപ്പൊ എന്നാൽ ഈ എപ്പിസോഡിൽ ഈ ഒരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോ എല്ലാവർക്കും Asian Bachelor's Kitchen Season 3 powered by DAC and Personal. Next episode will come. Take care and bye everyone.